നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ കെ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഗുരുത്വം കൈമോശം വരാതിരിക്കാനാണ് എത്തിയതെന്ന് മാധ്യമങ്ങളോട്. ഇന്ദിരാഗാന്ധി ഭാരത മാതാവാണെന്നും കെ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവെന്നും സുരേഷ് ഗോപി. ധീരനായ ഭരണകർത്താവെന്ന നിലയിൽ കരുണാകരനോട് ആരാധന, കോൺഗ്രസിനോടും ഇഷ്ടം. താൻ നിലകൊള്ളുന്നത് ഭാരതീയതയ്ക്ക് വേണ്ടിയെന്നും വെളിപ്പെടുത്തൽ. തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഭൂചലനം. മെഡിക്കൽ കോളേജ് പരിസരത്തും ഭൂമികുലുക്കം. ശനിയാഴ്ച കാലത്ത് 8:15 ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കം. കുന്നംകുളത്തും കൂനംമൂച്ചിയിലും നാശനഷ്ടങ്ങൾ. കുന്നംകുളം ചീരംകുളം സ്വദേശി പ്രകാശന്റെ വീടിന് വിള്ളൽ. കൂനംമൂച്ചി അന്തിക്കാട് ടോമിയുടെ വീടിന്റെ ഭിത്തിയിലും തറയിലും വിള്ളൽ രൂപപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ തീവ്രത 3 രേഖപ്പെടുത്തി. പഴയകാല നേതാക്കൾ അവരുടെ ജീവിതത്തിൽ പ്രകടിപ്പിച്ച ത്യാഗവും സത്യസന്ധതയും പുതുതലമുറ ഏറ്റെടുക്കണമെന്ന പ്രതിപക്ഷ മുൻ നേതാവ് രമേശ് ചെന്നിത്തല. സുഖലോലുപതയിൽ കഴിയുന്നതല്ല പൊതുപ്രവർത്തനമെന്നും രമേശ്. വടക്കാഞ്ചേരിയുടെ സമസ്ത മേഖലകളിലും നിറസാന്നിധ്യമായ CR രാധാകൃഷ്ണന് 80ന്റെ നിറവ്. വടക്കാഞ്ചേരി പൗരാവലിയുടെ നേതൃത്വത്തിൽ ഉത്സവ നിറവിലാഘോഷം. രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. നന്ദിയാൽ പാടുന്നു ദൈവമേ, അൻപാർന്ന ത്യാഗമോർക്കുന്നു. നന്ദിയാൽ പാടുന്നു ദൈവമേ, അൻപാർന്ന ത്യാഗമോർക്കുന്നു. തൃശൂർ ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടത്തിന് പിന്നാലെ സ്വർണ്ണ കൊന്ത സമർപ്പിച്ച സുരേഷ് ഗോപി. 2 പവൻ തൂക്കമുള്ള കൊന്തയാണ് മാതാവിന്റെ വിഗ്രഹത്തിൽ ചാർത്തിയത്. ലൂർദ് കത്തീഡ്രലിലെ ഭൂഗർഭ ദേവാലയത്തിലെത്തിയ കേന്ദ്രമന്ത്രി ഭക്തിഗാനം ആലപിച്ച മാതാവിന് നന്ദി രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് സിൽവർ ലൈൻ പദ്ധതി ആവശ്യമില്ലെന്നും മന്ത്രി. ദേശമംഗലത്തിന് ആശങ്കയായി വീണ്ടും ഭൂമികുലുക്കം. ഭൂചലന നിരീക്ഷണ കേന്ദ്രം നോക്കുകുത്തിയായിട്ട് 1/4 നൂറ്റാണ്ട്. കാട്ടുപൊന്തയ്ക്കുള്ളിൽ കെട്ടിടം. ഭൂചലന മാപിനി പീച്ചിയിലേക്ക് മാറ്റിയത് 2000-ൽ. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായ കെട്ടിടത്തിന് ശാപമോക്ഷം നൽകണമെന്ന ജനകീയ ആവശ്യം പതിക്കുന്നത് അധികൃതരുടെ ബധിരകർണങ്ങളിൽ. ഖത്തറിൽ നടന്ന വാഹനാപകടത്തിൽ വടക്കാഞ്ചേരി സ്വദേശിയടക്കം തൃശൂർ ജില്ലക്കാരായ 2 യുവാക്കൾ മരണമടഞ്ഞു. ബലിപെരുന്നാൾ ആഘോഷത്തിനായി പുതുവസ്ത്രമെടുക്കാൻ പോകുന്നതിനിടെയാണ് അപകടവും ദുരന്തവും. മാൾ ഓഫ് ഖത്തറിന് സമീപമാണ് ദുരന്തം. നിയന്ത്രണം വിട്ടുമറിഞ്ഞ വാഹനത്തിനുള്ളിൽപ്പെട്ട 2 പേരും തൽക്ഷണം മരിച്ചു. വാഹനത്തിനുള്ളിലുണ്ടായിരുന്ന 3 പേർക്ക് പരിക്ക്. പെരിഞ്ഞനം സെന്ററിന് സമീപം ടോറസ് ലോറി ബൈക്കിലിടിച്ച യുവാവിന് ദാരുണാന്ത്യം. ജീവകാരുണ്യത്തിന്റെ കരുത്തുറ്റ കരങ്ങളുമായി വ്യാപാരി സമൂഹം. വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരി മിത്ര പദ്ധതി പ്രകാരം അകാലത്തിൽ പൊലിഞ്ഞ സഹപ്രവർത്തകന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ജില്ലാ സെക്രട്ടറി മിൽട്ടൺ ജെ തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക് പ്രതിഭകൾക്ക് ആദരമൊരുക്കി സംഘടന. RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസ്. മോഹിനിയാട്ട നർത്തകി സത്യഭാമയ്ക്ക് ജാമ്യം. നെടുമങ്ങാട് SC/ST കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പോലീസ് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഹാജരാകണമെന്ന ഉപാധിയോടെയാണ് ജാമ്യം. സമാനമായ കുറ്റം ആവർത്തിക്കരുതെന്നും നിർദ്ദേശം. രാമകൃഷ്ണനെതിരെ മനഃപൂർവ്വം പരാമർശം നടത്തിയിട്ടില്ലെന്ന് സത്യഭാമ. നിയമ പോരാട്ടം തുടരുമെന്ന് രാമകൃഷ്ണൻ. കുടുംബശ്രീയുടെ 25 വർഷക്കാലം ചരിത്രം രചിച്ച കുടുംബശ്രീ അംഗങ്ങൾ എഴുതിയ പുസ്തകം. 100 CDSലും രചന പൂർത്തിയായി. കോലഴി CDSന്റെ ഷീ അറ്റ് 25 മികച്ച പുസ്തകം. കവർ ഡിസൈനിങ്ങിനും അവാർഡ്. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു പുരസ്കാരങ്ങൾ കൈമാറി. കൈപ്പറമ്പ് പഞ്ചായത്തിൽ വനിതാക്ഷേമത്തിന് കരുത്തായി വാർഷിക പദ്ധതി. വനിതാ ഘടക പദ്ധതിയായി മെൻസ്ട്രുവൽ കപ്പ് വിതരണം. 674 കപ്പുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത്. പ്രസിഡന്റ് KK ഉഷ ഉദ്ഘാടനം ചെയ്തു.